രാത്രി മുഴുവൻ തകർത്തു പെയ്ത മഴയുടെ ശബ്ദം ജനൽച്ചില്ലുകൾക്ക് പുറത്ത് താളം തെറ്റിയ സംഗീതം പോലെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ജനൽച്ചില്ലിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികളുടെ ഒഴുക്കിൽ പാറുവിൻ്റെ മിഴികൾ തറഞ്ഞിരുന്നു. ഉറക്കം അവളുടെ കണ്ണുകളിലേക്ക് ഒട്ടും അടുത്തില്ല. പകരം ഒരു തരം അസ്വസ്ഥതയുടെ തണുപ്പ് അവളുടെ സിരകളിലൂടെ പടരുന്നുണ്ടായിരുന്നു. കണ്ണുകൾ അമർത്തി അടച്ചാൽ പോലും ആ സന്ദേശം മാത്രം അവളുടെ ഉള്ളിൽ ഒരു കനൽ പോലെ തെളിയുന്നുണ്ടായിരുന്നു. നാളെ സ്കൂൾ കഴിഞ്ഞ് ലാബിലേക്ക് വരണം. ഫോൺ തലയിണക്കിടയിൽ ഒളിപ്പിച്ചിട്ടും ആ വാക്കുകൾ ഒരു പിശാചിനെ പോലെ അവളുടെ ചെവിയിൽ അലയടിച്ചു. പാറു പതുക്കെ പുതപ്പ് മൂക്ക് വരെ വലിച്ചിട്ടു. ശരീരമാസകലം നീറ്റലും വേദനയുമുണ്ട്. അച്ഛൻ്റെ ബെൽറ്റ് കൊണ്ടുള്ള അടി വീണ ഭാഗങ്ങളിൽ ഇപ്പോഴും കത്തുന്ന എരിച്ചിൽ. പക്ഷേ ആ ശാരീരിക വേദനയേക്കാൾ അവളെ തളർത്തിയത് അച്ഛൻ്റെ ആ വാക്കുകളായിരുന്നു. ജീവനോടെ വിടില്ല. മരണത്തെക്കാൾ ഭീകരമാണ് ചില വാക്കുകൾ എന്നവൾ തിരിച്ചറിയുകയായിരുന്നു. ആ വാക്കുകൾ മനുഷ്യനെ കൊന്നില്ലായിരിക്കാം, പക്ഷെ ജീവിച്ചിരിക്കാൻ പോലും അവർക്ക് പേടി തോന്നിപ്പിക്കും. പാർവതിക്ക് അങ്ങനെയായിരുന്നു. അതെ, പാറു എന്നത് അവളുടെ വീട്ടുകാർ വിളിക്കുന്ന ഒരു പേര് മാത്രമാണ്. അവളുടെ യഥാർത്ഥ പേര് പാർവതി. പക്ഷേ ആ പേരിൽ അവളെ ആരും വിളിക്കാറില്ല. അമ്മയ്ക്ക് അവൾ വെറും പാറു എന്നൊരു അസ്തിത്വമില്ലാത്തവളാണ്. അച്ഛനാണെങ്കിൽ അവളെ വിളിക്കുന്നത് നീ എന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവളിൽ ഭയത്തിൻ്റെ ഒരു വിറയൽ പടരും. ചേച്ചി പ്രിയയ്ക്ക് അവൾ കേവലം ഒരു തടസ്സവും ഇവൾ എന്നൊരു അപരനാമം മാത്രമുള്ളവളുമാണ്. സ്കൂളിലെ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ അവൾക്ക് താൻ പാർവതിയാണെന്ന് പോലും ഓർമ്മ വരുന്നത്. ആ പേരിനൊരു അർത്ഥമുണ്ടെന്ന് ആരും അവളോട് പറഞ്ഞിട്ടില്ല. അവൾ പതുക്കെ എഴുന്നേറ്റു. മുറിയിലെ ആ ചെറിയ കണ്ണാടിയിലേക്ക് നോക്കാൻ പോലും അവൾക്ക് ഭയമായിരുന്നു. എങ്കിലും എന്തോ ഒരു ഉൾവിളി പോലെ അവൾ ആ കണ്ണാടിക്ക് അടുത്തേക്ക് നടന്നു. കവിളിലെ ബെൽറ്റ് കൊണ്ടുള്ള ചുവന്ന പാട് അല്പം മങ്ങി തുടങ്ങിയിട്ടുണ്ട്. കണ്ണുകൾ കരഞ്ഞു വേർതിരിക്കുന്നു. മുടിയെല്ലാം ചിതറിക്കിടക്കുന്നു. കണ്ണാടിയിൽ സ്വന്തം മുഖം കണ്ട നിമിഷം തന്നെ അവൾ കണ്ണുമാറ്റി. എനിക്കൊട്ടും ഭംഗിയില്ല. ആ വാക്ക് അവളുടെ മനസ്സിൽ ചെറുപ്പം മുതൽ കുടിയേറിയതാണ്. ആരും നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ചില സ്നേഹക്കുറവുകൾ മനുഷ്യരെ സ്വയം വെറുക്കാൻ പഠിപ്പിക്കും. പ്രിയയെ അച്ഛൻ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോഴും, അമ്മ പ്രിയയ്ക്ക് മാത്രം മീൻ കഷ്ണം അധികം കൊടുക്കുമ്പോഴും, സ്കൂളിൽ ടീച്ചർമാർ പ്രിയയെ പ്രശംസിക്കുമ്പോഴും പാറുവിന് എപ്പോഴും തോന്നിയിരുന്നത് ഒന്ന് മാത്രം: ഞാൻ എന്തോ കുറവുള്ള ഒരാളാണ്. അവൾ കണ്ണുനീർ തുടച്ചു. വാതിലിന് പുറത്ത് പാത്രങ്ങൾ ഇടിക്കുന്ന ശബ്ദം കേട്ടു. അമ്മ എഴുന്നേറ്റിട്ടുണ്ട്. പാറു വേഗം മുഖം കഴുകി പുറത്തേക്ക് നടന്നു. അടുക്കളയിൽ അടുപ്പിൻ്റെ തീ കത്തുന്നുണ്ടായിരുന്നു. അമ്മ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. മുടി നന്നായി കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും ആ മുഖത്ത് അതിയായ ക്ഷീണം നിഴലിക്കുന്നുണ്ട്. അമ്മ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ ക്ലീനിങ് സ്റ്റാഫാണ്. രാവിലെ 6 മണിക്ക് പോയാൽ രാത്രി 8 മണിക്കാണ് പലപ്പോഴും തിരിച്ചു വരുന്നത്. അമ്മയെ പാറു ഒരിക്കലും ചിരിക്കുന്നതായി അധികം കണ്ടിട്ടില്ല. ജീവിതം ചില സ്ത്രീകളെ പതുക്കെ നിശബ്ദരാക്കി മാറ്റും. അവരുടെ വികാരങ്ങളെ കരിച്ചു കളയും. പാറുവിൻ്റെ അമ്മ അങ്ങനെയായിരുന്നു. എഴുന്നേറ്റോ? അമ്മയുടെ ശബ്ദത്തിൽ ഒരു തരം നിസ്സംഗതയുണ്ടായിരുന്നു. പാറു ഒതുക്കി പറഞ്ഞു. ചായ കുടിക്ക്. പാറു സ്റ്റീൽ ഗ്ലാസ് എടുത്തു. ചായ നല്ല ചൂടായിരുന്നു. അത് കൈ പൊള്ളിച്ചപ്പോൾ പോലും അവൾ ശബ്ദമുണ്ടാക്കിയില്ല. അമ്മ അതൊന്നും ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അമ്മയും അത്രമാത്രം തളർന്നിരിക്കാം. പ്രിയയെ വിളിച്ചോ? ഇല്ല. എന്നാൽ പോയി വിളിക്ക്. പാറു തലകുലുക്കി. പ്രിയയുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ നിലം തണുത്തിരുന്നു. വാതിൽ പാതി തുറന്നിട്ടാണ്. അകത്ത് നല്ല പെർഫ്യൂമിൻ്റെ മണം. മേശപ്പുറത്ത് നിറയെ കോസ്മെറ്റിക്സ്, റിംഗ് ലൈറ്റ്, നിറയെ ഡ്രസ്സ്. പ്രിയ ഒരു ബ്യൂട്ടി പാർലറിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നു. അവൾ സുന്ദരിയാണ്, എല്ലാവർക്കും ഇഷ്ടവുമാണ്. അച്ഛന് വലിയ അഭിമാനവുമാണ്. പ്രിയേച്ചി, പാറു പതുക്കെ വിളിച്ചു. പ്രിയ കണ്ണു തുറക്കാതെ മറുപടി നൽകി. അമ്മ വിളിക്കുന്നു. പ്രിയ എഴുന്നേറ്റില്ല. ചായ എടുത്തുകൊണ്ട് വന്നേ, അവൾ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. പാറു കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ശേഷം തിരിഞ്ഞു നടന്നു. അവൾക്ക് അതൊന്നും പുതുമയല്ല. ഈ വീട്ടിൽ പാറു എപ്പോഴും ആരുടെയെങ്കിലും സഹായിയായി മാത്രമാണ് ഉണ്ടായിരുന്നത്, മകളായിട്ടല്ല. ചില കുട്ടികൾ വീട്ടിൽ വളരുകയല്ല, അവർ വീട്ടിനുള്ളിൽ ജോലി ചെയ്ത് പേടിച്ച് അവഗണിക്കപ്പെട്ട് ജീവിക്കുകയാണ്. അവരുടെ ബാല്യം ഒരിക്കലും പൂർണ്ണമാകില്ല. ഹാളിൽ അച്ഛൻ പത്രം വായിക്കുകയായിരുന്നു. അദ്ദേഹം KSRTC മെക്കാനിക്കാണ്. എപ്പോഴും ദേഹത്ത് ഗ്രീസിൻ്റെ മണമുണ്ടാകും. വലിയ ശബ്ദവും വലിയ കോപവുമുള്ള ആ മനുഷ്യനെ വീട്ടിലെല്ലാവരും പേടിക്കും. പാറു ഏറ്റവും കൂടുതൽ. ഇന്നലെ പഠിച്ചോ?
അദ്ദേഹം പേപ്പറിൽ നിന്ന് കണ്ണു മാറ്റാതെ ചോദിച്ചു. കുറച്ച് പഠിച്ചാൽ കുറച്ച് മാർക്ക് തന്നെ കിട്ടും. പാറുവിൻ്റെ കൈ വിറച്ചു. അടുത്ത തവണ ബയോളജിക്ക് ഫുൾ മാർക്ക് വേണം. ഈ ആഴ്ച ഒരു വീക്കിലി ടെസ്റ്റ് വരുന്നുണ്ട്. അതിൽ ബയോളജിയുടെ കാര്യമാണ് പറയുന്നത്. അവൾ ഒന്നും മിണ്ടിയില്ല. പറയാനൊന്നുമില്ല. അവൾ ശരിക്കും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അക്ഷരങ്ങൾ പോലും അവൾക്ക് പേടിയാണ്. ക്ലാസ്സിൽ ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ ശ്വാസം മുട്ടും. എല്ലാവരും തന്നെ നോക്കുന്നത് പോലെ തോന്നും. കൈ വിറയ്ക്കും. മനസ്സ് ശൂന്യമാകും. അത് മടി കൊണ്ടല്ല, പക്ഷെ ആരും അത് മനസ്സിലാക്കുന്നില്ല. പ്രിയയെ കണ്ടു പഠിക്ക്, അച്ഛൻ വീണ്ടും പറഞ്ഞു. പ്രിയ ഹാളിലേക്ക് വന്നു, മുടി ചീകിക്കൊണ്ട്. അച്ഛാ, ഇന്ന് എനിക്ക് നേരത്തെ പോകണം. ആ, ഞാൻ ഡ്രോപ്പ് ചെയ്യും. അച്ഛൻ്റെ ശബ്ദം പെട്ടെന്ന് അലിഞ്ഞു. പാറു അത് കേട്ട് നിന്നു. ചില കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അടിയല്ല, മറിച്ച് ഈ താരതമ്യപ്പെടുത്തലുകളാണ്. അവളെപ്പോലെ ആകാൻ പറ്റില്ലേ എന്ന ചോദ്യം ഒരാളെ പതുക്കെ സ്വയം വെറുക്കാൻ പഠിപ്പിക്കും. സ്കൂളിലേക്ക് പോകുമ്പോൾ മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. പാറു ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിന്നു. റോഡിലെ വെള്ളക്കെട്ടിൽ സ്വന്തം പ്രതിബിംബം ഒരു നിമിഷം കണ്ടു. അവൾ വേഗം കണ്ണുമാറ്റി. സ്കൂൾ ഗേറ്റ് കടന്നപ്പോൾ കുട്ടികളുടെ ചിരിയും ഓട്ടവും. പാറു മാത്രം പതുക്കെ നടന്നു. ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ചില കുട്ടികൾ റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പാറു പിന്നിലെ ബെഞ്ചിലേക്ക് പോയി ഇരുന്നു. അവളുടെ സ്ഥിരം സ്ഥലം, ആരും അധികം ശ്രദ്ധിക്കാത്ത സ്ഥലം. അവൾക്കതിഷ്ടമാണ്. കാരണം മനുഷ്യരുടെ കണ്ണുകൾ ചിലപ്പോൾ കത്തിയേക്കാൾ വേദനിപ്പിക്കും. പാറു, അരികിലെ കുട്ടി വിളിച്ചു. ബയോളജി മാർക്ക് എത്രയാ? പാറു ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പാസ്. അത് കള്ളമായിരുന്നില്ല, പക്ഷെ സത്യം മുഴുവനും അതല്ലായിരുന്നു. ആദ്യത്തെ 2 പീരീഡ് എങ്ങനെയോ കഴിഞ്ഞു. പക്ഷേ മൂന്നാമത്തെ ബെല്ലടിച്ചപ്പോൾ തന്നെ അവളുടെ കൈ തണുത്തു. ബയോളജി ക്ലാസ്സാണ്. സാർ ക്ലാസ്സിലേക്ക് കയറി. സാർ അറ്റൻഡൻസ് വിളിക്കാൻ തുടങ്ങി. പാർവതി, ആ പേര് കേട്ട നിമിഷം പാറു എഴുന്നേറ്റു. പ്രസന്റ് സാർ. സാർ കുറച്ചു നേരം അവളെ നോക്കി. ശേഷം ബുക്ക് അടച്ചു വെച്ചു. ക്ലാസ് തുടങ്ങി. പക്ഷേ പാറുവിനൊന്നും കേൾക്കുന്നില്ല. ആ സന്ദേശം മാത്രം മനസ്സിൽ. ലാബ്, സ്കൂൾ കഴിഞ്ഞ് ഒറ്റയ്ക്ക്. വിരലുകൾ നോട്ട്ബുക്കിൻ്റെ കോണിൽ മുറുകി. ഡയഗ്രം വരയ്ക്കൂ, സാർ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി. പെൻസിൽ കയ്യിൽ വിറച്ചു. ലൈൻ വളഞ്ഞു. അരികിലെ കുട്ടി ചിരിച്ചു. ഇതൊക്കെ പോലും നേരെ വരയ്ക്കാൻ പറ്റില്ലേ? ക്ലാസ്സിലെ ചെറിയ ചിരി പോലും പാറുവിൻ്റെ ചെവിയിൽ വലിയ ശബ്ദമായി മുഴങ്ങി. സാർ അടുത്തേക്ക് നടന്നു വന്നു. നോട്ട്ബുക്ക് എടുത്തു നോക്കി. സ്കൂൾ കഴിഞ്ഞ് ലാബിലേക്ക് വാ, സാർ പതുക്കെ പറഞ്ഞു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഞാൻ പഠിപ്പിക്കാം, ചെറിയൊരു ചിരിയോടെ അവൻ പറഞ്ഞു. അവൾക്ക് ആ ചിരി കണ്ടപ്പോൾ തന്നെ എന്തോ തെറ്റാണെന്ന് തോന്നി. പക്ഷേ സംസാരിക്കാൻ ധൈര്യമില്ല. ലഞ്ച് ബ്രേക്ക്. എല്ലാവരും പുറത്തേക്ക് പോയി. പാറു മാത്രം ക്ലാസ്സിലിരുന്നു. രാവിലെ ബാക്കിയുണ്ടായിരുന്ന ദോശ തണുത്തു പോയിരുന്നു. അവൾ ഒരു കഷ്ണം വായിലിട്ടു. വിഴുങ്ങാൻ പോലും പറ്റുന്നില്ല. കണ്ണിൽ വെള്ളം നിറഞ്ഞു. അപ്പോഴാണ് പ്രിയയുടെ സന്ദേശം വന്നത്. വൈകിട്ട് റെക്കോർഡ് ബുക്ക് വാങ്ങി വാ, കോളേജിൽ തീർന്നുപോയി. പ്ലീസ് ഇല്ല, ക്വസ്റ്റ്യൻ ഇല്ല, ഓർഡർ മാത്രം. ഈ ലോകത്തെ ചില കുട്ടികൾ സ്നേഹിക്കപ്പെടുന്നില്ല, അവർ ഉപയോഗിക്കപ്പെടുകയാണ്. സ്കൂൾ ബെല്ലടിച്ചു. പാറു ബാഗ് മുറുക്കി പിടിച്ചു. ലാബിലേക്ക് പോകണോ? പോകാതെ ഇരുന്നാൽ? അച്ഛൻ, ബെൽറ്റ്, ചട്ടുകം, ജീവനോടെ വിടില്ല. അവൾ കണ്ണടച്ചു. ശേഷം പതുക്കെ ബയോളജി ലാബിലേക്ക് നടന്നു. ലാബ് വാതിൽ പാതി തുറന്ന നിലയിലാണ്. അകത്ത് ട്യൂബ് ലൈറ്റ് മാത്രം. കെമിക്കലിൻ്റെ മണം. അവളുടെ കാലുകൾക്ക് ബലം കുറഞ്ഞു. വാ, അകത്തുനിന്ന് ശബ്ദം വന്നു. പാറു പതുക്കെ അകത്ത് കയറി. സാർ ആൻസർ ഷീറ്റുകൾ നോക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ ചിരിച്ചു. നിനക്ക് ഫുൾ മാർക്ക് വേണമല്ലോ. പാറു ഒന്നും പറഞ്ഞില്ല. വീട്ടിൽ പ്രശ്നമുണ്ട് അല്ലേ? അവൾ ഞെട്ടി നോക്കി. അവൻ അടുത്തേക്ക് നടന്നു വന്നു. നിന്റെ പോലുള്ള കുട്ടികളെ എനിക്ക് മനസ്സിലാകും. പാറുവിന് ശ്വാസം മുട്ടി. ചില സാഹചര്യങ്ങൾ മനുഷ്യർക്ക് നിലവിളിക്കാൻ പോലും ആകില്ല. ഭയം ശരീരത്തെ കല്ലാക്കും. അവൾക്ക് അങ്ങനെയായിരുന്നു. ഞാൻ സഹായിക്കാം, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കണം. പാറുവിൻ്റെ വിരലുകൾ വിറച്ചു. അവൾക്ക് ഓടിപ്പോകണം എന്ന് തോന്നി. പക്ഷേ അച്ഛൻ്റെ മുഖം ഓർമ്മ വന്നു. ഫുൾ മാർക്ക്, പേടി, വീട്ടിലെ ബെൽറ്റ്, ചട്ടുകം. അവൾ കണ്ണടച്ചു. ആ ദിവസം ബയോളജിയല്ല പാറു പഠിച്ചത്, പേടി മനുഷ്യനെ എത്ര ചെറുതാക്കുമെന്ന് ആയിരുന്നു. വീട്ടിലെത്തുമ്പോൾ ഇരുട്ടായിരുന്നു. മഴ വീണ്ടും തുടങ്ങി. വാതിൽ തുറന്നപ്പോൾ അച്ഛൻ സോഫയിലുണ്ട്. എന്തിനാ വൈകിയത്?
സ്പെഷ്യൽ ക്ലാസ്. കള്ളം എളുപ്പമായി വന്നു. പ്രിയയുടെ റെക്കോർഡ് വാങ്ങിയോ? അവൾ ബുക്ക് നീട്ടിക്കൊടുത്തു. പ്രിയ അത് വാങ്ങി നോക്കി. ഗുഡ്. ആ ഒരൊറ്റ വാക്കുപോലും പാറുവിന് വിചിത്രമായി തോന്നി. അവൾ മുറിയിലേക്ക് നടന്നു. ഡോർ അടച്ച നിമിഷം കൈ വിറയ്ക്കാൻ തുടങ്ങി. വാഷ് ബേസിൻ അരികിൽ നിന്ന് അവൾ കൈകൾ പലതവണ കഴുകി. പക്ഷേ മനസ്സിനുള്ളിലെ പേടി പോകുന്നില്ല. കണ്ണുനീർ സിങ്കിലേക്ക് വീണു. ആ രാത്രി അവൾ പഠിച്ചില്ല. സീലിങ്ങിലേക്ക് നോക്കിക്കിടന്നു. ഞാൻ മോശം കുട്ടിയാണോ? ആ ചോദ്യം മാത്രം മനസ്സിൽ. അടുത്ത ദിവസം രാവിലെ പാറ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ അച്ഛൻ പേപ്പർ വായിക്കുകയായിരുന്നു. ഈ തവണ ട്യൂഷൻ വയ്ക്കാം, അദ്ദേഹം പറഞ്ഞു. പ്രിയ ഉടനെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് പോകുന്ന ഒരിടമുണ്ട് അച്ഛാ. നല്ല സ്ഥലമാണോ? ആ, നല്ല സാറാണ്. വൈകുന്നേരം പ്രിയ മുന്നിൽ നടന്നു, പാറു പിന്നിൽ. അവർ ചെറിയൊരു ട്യൂഷൻ സെൻ്ററിൻ്റെ മുന്നിൽ നിന്നു. മുകളിൽ ബോർഡ്, ടാലൻറ്റ് ട്യൂഷൻ സെൻ്റർ. പ്രിയ വാതിൽ തുറന്നു. അകത്ത് ട്യൂബ് ലൈറ്റിൻ്റെ വെള്ള വെളിച്ചം, ബെഞ്ചുകൾ, ബുക്കുകൾ, ബ്ലാക്ക് ബോർഡ്. പിന്നെ ബോർഡിന് മുന്നിൽ നിന്നിരുന്ന ആൾ പതുക്കെ തിരിഞ്ഞു. വെള്ള ഷർട്ട്, കണ്ണിൽ ശാന്തത. ആദ്യമായി ആരോ ഒരാൾ പാറുവിനെ നോക്കുമ്പോൾ അവൾക്ക് പേടി തോന്നിയില്ല. ആരാ ഈ പുതിയ കുട്ടി? അവൻ ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിൽ എവിടെയോ ഒരു പരിചയം തോന്നി. പാറു നിവർന്നു നിന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ മിഴികളിൽ ആദരവോ പുച്ഛമോ ഇല്ലായിരുന്നു, കേവലം ഒരു ജിജ്ഞാസ മാത്രം. അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒന്ന് അവളോട് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഇത് പുതിയ തുടക്കമായിരിക്കുമോ, അതോ പഴയ പേടികളുടെ മറ്റൊരു മുഖമോ?